കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അവിടെ സംഗീതം കേട്ടോ കൂട്ടുകാരെ, അവർ അമ്മ ഉറക്കാൻ കിടത്തുന്നതിൻ്റെയാണ്. ഇപ്പോൾ ഉറങ്ങത്തില്ല, പാല് വേണ്ട, അവൾക്ക് കുടിക്കാനൊന്നും വേണ്ട, അവളെ ഇങ്ങനെ മണ്ണിനകത്ത് അങ്ങ് വിട്ടേക്കണം. അപ്പോൾ അതാണ് ഇപ്പം നിർബന്ധം. രാവിലത്തെ ഒരു കച്ചേരി കഴിഞ്ഞത് അവിടെ, എന്നിട്ട് അവർ അമ്മ എടുത്തുകൊണ്ട് വന്നേക്ക് ഉറക്കാൻ. ഞങ്ങൾക്കിവിടെ പണിയുണ്ട്, അവളെ ഉറക്കിയിട്ട് വേണമെന്ന് വെച്ച് ഞങ്ങളിരിക്കുക. പക്ഷേ അവൾ ഉറങ്ങുന്ന ലക്ഷണമൊന്നുമില്ല. ഇതൊന്നും മേടിക്കണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ലാതെ ഇവിടെ കിടന്നേനെയായിരുന്നു. രാവിലെ നമുക്ക് കുറച്ച് തോരൻ വെക്കണം. അതിനായിട്ട് നമ്മൾ വേലിച്ചീരയൊക്കെ ഒടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അവർ അമ്മ ഉറക്കാൻ കിടത്തിയതാണ് ചക്കിയെ. കണ്ടോ ഉറങ്ങുന്ന കുഞ്ഞിനെ? കണ്ടോ ഉറങ്ങുന്ന കുഞ്ഞിനെ കണ്ടോ? നമുക്ക് രാവിലെ പഴങ്കഞ്ഞി കുടിച്ചാലോ കൂട്ടുകാരെ? പഴങ്കഞ്ഞിക്ക് നമുക്ക് ചോറ്, അവിയൽ, വെളുത്തുള്ളി അച്ചാറ്, രാവിലെ കുഞ്ഞിന് കൊണ്ടുപോകാൻ വെച്ച മെഴുക്കുവരട്ടി, കോവയ്ക്കായും പയറും കൂടാണ്, നമ്മുടെ പറമ്പിലാണ് മെഴുക്കുവരട്ടി, പിന്നെ നല്ല ചൂരമീൻ കറി. കറണ്ടില്ലാത്തതുകൊണ്ടല്ലേ. ഇപ്പം രാവിലെ നമ്മൾ പാത്രം തേച്ച് കിടക്കുകയാണ്. എന്തുവാ ഇങ്ങോട്ട് മാറേ? തേച്ച് മാർക്കൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാം. കണ്ടോ അവരമ്മ ഒരുക്കിയത്, അതെല്ലാം പടത്തി. സ്റ്റാർ നമ്മൾ 2 വർഷം മുമ്പേ വാങ്ങിച്ചതായിരുന്നു. നമ്മൾ 1-ാം തീയതി തന്നെ ഇട്ടത്. പിന്നെ ഈ ലൈറ്റ് നമ്മൾ ഇന്നലെ വൈകുന്നേരം ഏട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ലൈറ്റൊക്കെ ഇട്ടു. പിന്നെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞൊരു സ്ഥലം ഇങ്ങനെ ഭിത്തിയിലോട്ട് വെട്ടമൊക്കെ അടിക്കുന്ന ഒരു ബൾബുണ്ടല്ലോ, അത് നമ്മൾ 2 വർഷം മുമ്പ് വാങ്ങിച്ചതായിരുന്നു. ഈ ക്രിസ്മസിന് ന്യൂ ഇയർ കഴിയുമ്പോൾ നമ്മളിത് മാറ്റി വെക്കും, പിന്നെ അടുത്ത വർഷം എടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പം ആ ബൾബ് നമ്മൾ അതിന് മുമ്പ് ഇപ്പുറത്തെ സൈഡിൽ മാവിൻ്റെ അടുത്ത്, ഓടിൻ്റെ അവിടെ മാവിൻ്റെ അവിടെ കൊണ്ടിട്ടിരുന്നായിരുന്നു. പിന്നെ ഏട്ടൻ പറഞ്ഞത് ഇവിടെ ആകുമ്പോൾ ഈ ഭിത്തിയിൽ ഇങ്ങനെ ഒരു കളറും ഭിത്തിയിൽ അടിച്ചിരുന്ന പെയിൻറ്റും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല രസമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇവിടെ കൊണ്ടിട്ട് അതിങ്ങനെ കറങ്ങുന്നതാണല്ലോ. അപ്പം നമ്മൾ നമ്മുടെ ചക്കിമോളെ കാണിച്ചപ്പം ഈ ലൈറ്റിൻ്റെ ഇതൊക്കെ മണ്ണിലോട്ട് ഇങ്ങനെ ആവുന്നുണ്ട്. അപ്പോൾ അവൾ അതിലൊക്കെ ഇങ്ങനെ ചവിട്ടി ഇന്ന് അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ആ പെണ്ണിനെ ഞങ്ങൾ ഉറക്കാൻ പെട്ട പാട് എൻ്റെ കൂട്ടുകാരെ. അവളെ ഞങ്ങൾ പെരയെ കൊണ്ട് കയറ്റും, അവൾ ഭയങ്കര കരച്ചിലും വിളിയും. പിന്നെയും ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും, പിന്നെയും അതുപോലെ തന്നെ പെരയെ കൊണ്ടുപോകും. ലാസ്റ്റ് ഏട്ടൻ ഇവിടെ എടുത്തുകൊണ്ട് നിന്ന് പിന്നെ ഞങ്ങൾ ആ ലൈറ്റ് പിന്നെ ഓഫ് ചെയ്ത് അവളെ ഉറക്കിയതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ലൈറ്റ് ഇട്ടത്. അവളങ്ങനെ വഴക്കായിരുന്നു. പിന്നെ രാവിലെ നമ്മളൊരു വാഴക്കൊല വെട്ടാമെന്ന് വിചാരിച്ചു. നമ്മൾ രാവിലെ ഒരു വാഴക്കൊല വെട്ടാൻ പോവാണ് കൂട്ടുകാരെ. അപ്പം അത് ഇന്നലെ പഴുത്ത് നിന്നത് രാവിലെ ഏട്ടൻ നോക്കിയപ്പം വവ്വാൽ കൊണ്ടുപോയി. അപ്പം ഇങ്ങനെ കമ്പൊക്കെ കൊടുത്ത് നിർത്തിയെന്ന് വവ്വാൽ കൊണ്ടുപോയില്ല, അതാ നിൽക്കുന്നതിൽ. ഇതിൽ ഒരു പഴുത്തു കണ്ടോ. അപ്പം നാളെ അത് മുറിക്കാമെന്നൊക്കെ വെച്ച് നിന്നപ്പം ഏട്ടൻ പറഞ്ഞു അഥവാ അമ്മമാർ പിന്നെ കൊണ്ടുപോയാൽ അറിയില്ല, വവ്വാൽ കൊണ്ടുപോകും, അപ്പം അതിന് മുമ്പേ നമുക്ക് വെട്ടിയെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വെട്ടിയെടുക്കുകയാണ് കൂട്ടുകാരെ. 2-3 കാവ എടുത്തു തുടങ്ങി കേട്ടോ. കണ്ടോ 2-3 എണ്ണം എടുത്തു തുടങ്ങി. പിടിക്കണോ? അപ്പം അങ്ങനെ നമ്മുടെ വാഴക്കൊല വെട്ടിയതാണ്. മൂന്ന് കാവ എടുത്ത് വെച്ചിട്ടാ. അങ്ങനെ വാഴക്കൊല വെട്ടി നമ്മൾ കൊണ്ടുവന്ന് വീടിനടുത്ത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ആ വാഴയുടെ പിണ്ടി ഉണ്ടല്ലോ അത് വെട്ടിക്കളയണമായിരുന്നു. നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുന്നത് അങ്ങനെ നിർത്തിക്കൂടാന്ന് പറയുന്നുണ്ട്, അറിഞ്ഞുകൂടാ എന്താണെന്ന്. പറമ്പിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, വാഴക്കൊല വെട്ടിയിട്ട് അതങ്ങനെ നിർത്തിയാൽ കുഴപ്പമില്ല.
നമ്മൾ വീട്ടിൽ നിൽക്കുന്നത് അങ്ങനെ വെട്ടിക്കളയണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഏട്ടന് അതും കൂടെ വെട്ടിക്കളയണം. അതിന് ശേഷമാണ് പിന്നെ ഇന്ന് ജോലിക്ക് പോയത്. 6 മണിയൊക്കെ ആകുമ്പോൾ പോകണമെന്നും പറഞ്ഞുകൊണ്ടാണ് രാവിലെ പോകണമെന്നും പറഞ്ഞ് നിൽക്കുക. കാരണം പത്തനാപുരത്തിന് അപ്പുറത്താണ് ഏട്ടന് ജോലിക്ക് പോകുന്നത്. കുറച്ച് ദൂരമുണ്ട്, 10-30 കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഏട്ടൻ പിന്നെ ജോലിക്ക് പോയി. പിന്നെ രാവിലെ പോയി നമ്മുടെ കിച്ചുമോനെ വിളിക്കാനായിട്ട് നന്ദു പോയി വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അവൻ രാവിലെ ഇവിടെ വന്നു. ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക്. നല്ല തണുപ്പാണ് കൂട്ടുകാരെ കേട്ടോ. നമ്മൾ വയലിൽ വീടും കൂടെ ആയതുകൊണ്ട് പറയുകയും വേണ്ട, നല്ല തണുപ്പാണ്. കുഞ്ഞൊക്കെ രാവിലെ വിറച്ചാണ് വന്നത്. പിന്നെ മോക്കിന്ന് ജോലിയില്ല, പക്ഷെ അവർക്ക് ക്രിസ്മസിൻ്റെ എന്തോ ഇതായിട്ട് നമുക്കിന്ന് പോകണം. ഇവിടെ പായിട്ട് കിടത്തിയതാടി ഞാൻ. അവള് പോയേക്കുന്ന പോക്ക് കണ്ടോ? ആങ്ങളെയും പെങ്ങളോട് ഇവിടെ അടിയാന്നേ. ഓ വയ്യ, ഇതിനിടയിൽ കിടന്ന് ഞാൻ വലിഞ്ഞു പോവേ. എൻ്റെ കാലിന്ന് വിറാ. നീ എൻ്റെ കാലിന്ന് വിറാ. അത് മറിച്ച് കളഞ്ഞു സമാധാനമായി. രണ്ടെണ്ണം കൂടെ അങ്ങ് കുരുത്തക്കേട് നടക്കുക. കുത്തല്ലേ അണ്ണ എൻ്റെ കണ്ണിന്.